ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു അധ്യയന വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇത് വെറും മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മാത്രമുള്ള വീഡിയോ അല്ല. മെഡിക്കൽ സ്റ്റുഡൻസ് ഉൾപ്പെടെ ഏതൊരു കോഴ്സും ആയിക്കോട്ടെ, നിങ്ങൾ ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സ്കോളർഷിപ്പിനെ കുറിച്ചാട്ടോ. അപ്പൊ നിങ്ങൾ ഈ സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ അവെയർ ആയിരിക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ചെറിയൊരു എന്താ പറയുക ശ്രദ്ധയില്ലായ്മയായിരിക്കും നമുക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് പോലും നമുക്ക് കിട്ടാതാവും. അപ്പം കാരണം നമുക്ക് ചില സമയത്ത് അതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് മറന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളായിരിക്കും ബാക്കിയുള്ള വർഷം അപ്ലൈ ചെയ്യാം. പക്ഷെ ചില സ്കോളർഷിപ്പ് ഫസ്റ്റ് ഇയർ തന്നെ അപ്ലൈ ചെയ്യണം. ചില സ്കോളർഷിപ്പ് നമുക്ക് ഏത് ഇയർ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് പോലും കിട്ടാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതുപോലുള്ള ഓരോ സ്കോളർഷിപ്പ് കണ്ടന്റ്സും അല്ലെങ്കിൽ നീറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കണ്ടന്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്കോളർഷിപ്പ് അല്ല. നിങ്ങൾ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ സെർട്ടൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ കാറ്റഗറി ഉൾപ്പെടെ നമുക്ക് ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കാം. കാരണം പല സ്കോളർഷിപ്പും ജനറൽ കാറ്റഗറിയിൽ കിട്ടാറില്ല. അപ്പൊ ഇതിന്റെ പ്രത്യേകത ജനറൽ, OBC, OEC, SC, ST, ബാക്ക്വേർഡ്, ഹിന്ദു അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാസ്റ്റുകാർക്കും അവരുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു സ്കോളർഷിപ്പിന്റെ പേര് എന്ന് പറയുന്നത് ഇ ഗ്രാൻസ് ആണ്. കുറെ പേര് കേട്ടിട്ടുണ്ടാവും ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഫീസിൽ നമുക്കൊരു റിഡക്ഷൻ തരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് മാനേജ്മെന്റ് കോട്ടയിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് കിട്ടില്ല. അത് പല കോളേജും ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയപ്പോഴും നമ്മൾ മാനേജ്മെന്റ് കോട്ടയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം. അത്തരം കുട്ടികൾക്ക് ഇത് കിട്ടില്ല. നമ്മൾ മെറിറ്റ് സീറ്റിലാണ് നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് രണ്ട് ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ SC, ST, OEC വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വാർഷിക വരുമാനം ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഏത് വാർഷിക വരുമാനം ആയാൽ പോലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. വാർഷിക വരുമാനം ഇവിടെ നിങ്ങളെ ബാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളൊരു OBC ജനറൽ വിഭാഗത്തിൽ പെടുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വാർഷിക വരുമാനം 1 ലക്ഷത്തിന് താഴെയാണ്. 1 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ഹയർ സെക്കൻഡറി കയറിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ, അതായത് 10th കഴിഞ്ഞ് നിങ്ങൾ ഹയർ സെക്കൻഡറി കയറിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി മുതൽ UG, PG ഏത് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കയറുന്ന ആദ്യ വർഷമാണ് അപ്ലൈ ചെയ്യുക. അതായത് നമ്മളിപ്പം 2024 ബാച്ച് ആണ്, നമ്മൾ ഈ വർഷം തന്നെ നമുക്ക് കയറിയ വർഷം തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. ഇൻ കേസ് നമുക്ക് അത് അന്നേരം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത വർഷം നമുക്ക് സെക്കൻഡ് ഇയറിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പം കഴിവതും നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി എത്ര ഡേറ്റിനുള്ളിലാണെന്ന് പറഞ്ഞാൽ ഇതിന് അങ്ങനെ ഒരു ഇത്ര ഡേറ്റ് മുതൽ ഇത്ര ഡേറ്റ് വരെ എന്നൊന്നുമില്ല. നമുക്ക് ഇപ്പോഴേ സൈറ്റ് ഓപ്പൺ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ഈ ലിങ്കിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ അഡ്മിഷൻ മെമ്മോ കൊണ്ടുപോകണം. അപ്പൊ അഡ്മിഷൻ മെമ്മോ എന്നാണ് നമുക്ക് ആ ഒരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ അഡ്മിഷൻ മെമ്മോ എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം തന്നെ നമ്മൾ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതും നമ്മുടെ കാസ്റ്റ് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കോളർഷിപ്പിന്റെ തുക വരുന്നത്. ഒപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നമുക്ക് 1 ലക്ഷത്തിന് താഴെയാണ് വരുമാനം എന്ന് കാണിക്കാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറയുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, ബാങ്ക് പാസ്ബുക്ക്, ആധാറിന്റെ കോപ്പി, പിന്നെ ഹോസ്റ്റൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇത്രയും കാര്യമാണ്. ആക്ച്വലി ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടോ. PGക്ക് നിങ്ങൾ കയറിയ ശേഷമാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ ഹാജരാക്കണം. ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ +2 സർട്ടിഫിക്കറ്റ് മതിട്ടോ. നിങ്ങൾ UG സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങൾ ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ 10th സർട്ടിഫിക്കറ്റ് മതി. അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ, നിങ്ങൾ OEC, SC, ST വിഭാഗത്തിൽ പെടുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങൾ ഒരു OBC ജനറൽ വിഭാഗത്തിൽ പെടുന്ന കുട്ടിയാണെങ്കിൽ, നിങ്ങൾ സെൽഫ് ഫിനാൻസിലാണ് അഡ്മിഷൻ എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള OBC ജനറലിന് വേണ്ടിയിട്ടാണ്. സെൽഫ് ഫിനാൻസ് അഡ്മിഷൻ എടുത്തിട്ടുള്ള OBC ജനറൽ കാറ്റഗറി പെടുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം OEC, SC, ST കുട്ടികൾക്കാണ് അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അവരുടെ ട്യൂഷൻ ഫീ,
സ്പെഷ്യൽ ഫീ പിന്നെ എക്സാം ഫീ ഇതിന്റെ അണ്ടറിൽ വരും. ഒപ്പം തന്നെ SC/ST വിഭാഗമാണ് ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ ഈ ഒരു സ്കോളർഷിപ്പിന്റെ അണ്ടറിൽ വരുന്നത്. സോ നമുക്കറിയാം അലോട്ട്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറൊരു കോളേജ് ലഭിച്ചിട്ടുണ്ട്, അപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ വേറൊരു കോളേജ് ലഭിക്കാം. അപ്പൊ നമ്മുടെ കോളേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഫൈനലി നിങ്ങൾ ഏത് കോളേജാണോ, അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് കോളേജിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജിൽ എത്തിയ ശേഷം മാത്രമേ ഈ സ്കോളർഷിപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാല് നിങ്ങളുടെ ആധാർ ഫോണുമായിട്ടും ഒപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ആധാറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള സ്കോളർഷിപ്പ് ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ക്യാൻസൽ ആയി പോകും. അപ്പം കാരണം നമ്മൾ കുറെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ തുക കിട്ടുന്നത് അത് അവിടെ നിലനിർത്തി ബാക്കിയുള്ളതൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇത് മാത്രം അപ്ലൈ ചെയ്യുക. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഇതൊക്കെ ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതുപോലെയുള്ള കുറെ സ്കോളർഷിപ്പ് ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ അറിയണം. ഇല്ലാത്ത പക്ഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലേറ്റ് ആവും, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് പോലും കിട്ടാതാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആക്കി ഓൺ ടൈമിൽ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇത് വരുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.